ഹായ്, എല്ലാവർക്കും CC ലാബിലേക്ക് സ്വാഗതം. CC ലാബിൽ ഇന്നു മുതൽ ഹ്യൂമൻ അനാട്ടമിയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ച് ഒരുപാട് സെഷനുകളിലായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. മറ്റ് ആനിമൽസുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ആനിമൽ സ്ട്രക്ചറും പല വേരിയേഷൻസുകളും ഷേപ്പുകളിലും നിറങ്ങളിലുമുള്ള ഒരു സ്പീഷീസാണ് മനുഷ്യൻ. ഡ്രോയിങ് പ്രോസസ്സിൽ സാധാരണ ചെയ്യുന്നത് പോലെ സിമ്പിൾ സ്കെലിറ്റൺ അല്ലെങ്കിൽ സ്റ്റിക്ക് ഫിഗർ വരച്ചുകൊണ്ട് തുടങ്ങി പിന്നീട് ഓരോ ഓർഗനും വളരെ ഡീറ്റെയിൽസായി വരച്ച് പഠിക്കുകയാണ് നമ്മളിനി ചെയ്യുന്നത്. ആദ്യമായി ശരീരത്തിൻ്റെ പ്രൊപ്പോർഷനാണ് വരക്കാൻ പഠിക്കുന്നത്. അത് ജെൻഡറിനും ഓരോ ഏജിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. റിനൈസൻസ് കാലത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോമിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 8 ഹെഡ്സ് ആണ്. ആക്ച്വലി 8 ഹെഡ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷവും 7 അല്ലെങ്കിൽ 7.5 ഹെഡ്സ് ആണുള്ളത്. പക്ഷേ തുടക്കത്തിൽ ഹ്യൂമൻ പ്രൊപ്പോർഷൻ്റെ ഒരു ബെസ്റ്റ് മോഡൽ 8 ഹെഡ്സ് തന്നെയാണ്. അത് മനസ്സിലാക്കി വരച്ച് പഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പവുമാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് ഹെഡ് വരയ്ക്കുക. അപ്പോൾ ഹെഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു എഗ്ഗ് ഷേപ്പാണ്, സർക്കിൾ ഷേപ്പല്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒരു എഗ്ഗിൻ്റെ ഷേപ്പിൽ ഇവിടെ ഒരു വളരെ ചെറിയ സൈസിലാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു എഗ്ഗിൻ്റെ ഷേപ്പിൽ ഇവിടെ ഹെഡ് വരച്ചു. ഈ ഹെഡ് വരച്ചതിന് ശേഷം ഇതേ സൈസിൽ താഴോട്ടേക്ക് 8 ടൈംസ് മാർക്ക് ചെയ്യുക. 8 ഹെഡ്സിൻ്റെ പ്രൊപ്പോർഷനിലാണ് ഇവിടെ നമ്മൾ വരച്ച് പഠിക്കുന്നത്. ഈ ഒരു 8 ഹെഡ്സിൻ്റെ പ്രൊപ്പോർഷനിൽ വരയ്ക്കുക എന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി ഹെഡിൻ്റെ സെയിം അളവിൽ താഴോട്ടേക്ക് 8 ടൈംസ് മാർക്ക് ചെയ്യുക. ഹെഡ് ഉൾപ്പെടെ 8 ഹെഡ്സാണ് ഇവിടെ വരയ്ക്കുന്നത്. തുടക്കത്തിൽ ഹ്യൂമൻ അനാട്ടമി വരച്ച് പഠിക്കുമ്പോൾ ഇതുപോലെ കൃത്യമായി മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് തന്നെ വരയ്ക്കാൻ പഠിക്കുക. പിന്നീട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ സ്കെയിലില്ലാതെ ഇതുപോലെ മെഷർമെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വരയ്ക്കാൻ സാധിക്കും. ഇനി ഇവിടെ നമ്പർ മാർക്ക് ചെയ്ത് നോക്കാം. ഹെഡിൻ്റെ ചിൻ വരുന്ന സ്ഥലത്താണ് 1, അങ്ങനെ 8 ടൈംസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് വരയ്ക്കുന്നത് പെൽവിസ് ആണ്. പെൽവിസ് വരയ്ക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് 3നും 4നും ഇടയിലാണ്. പെൽവിസിൻ്റെ സൈസ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഹെഡിൻ്റെ 1.5 അല്ലെങ്കിൽ 2 ടൈംസ് കൂടുതലായിരിക്കും. ഒരു ഫ്ലാറ്റൻഡ് സർക്കിൾ ഷേപ്പിൽ പെൽവിസ് ഇവിടെ വരയ്ക്കാം. അങ്ങനെ ഇവിടെ പെൽവിസ് 3നും 4നും ഇടയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഹെഡിനേക്കാളും കൂടുതലായിരിക്കും. നെക്സ്റ്റ് വരയ്ക്കുന്നത് ഹിപ്പ് ജോയിൻ്റ് ആണ്. ഹിപ്പ് ജോയിൻ്റ് വരയ്ക്കേണ്ടത് പെൽവിസിൻ്റെ സൈഡിലായിട്ട് 4ൻ്റെ ലൈനിൽ വരുന്ന വിധത്തിൽ ഹിപ്പ് ജോയിൻ്റ് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് വരയ്ക്കുന്നത് നീ ജോയിൻ്റ് ആണ്. ഈ നീ ജോയിൻ്റ് ഹിപ്പ് ജോയിൻറ്റിൻ്റെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നീ ജോയിൻ്റ് വരയ്ക്കേണ്ടത്. നീ അവസാനിക്കുന്നത് 6ലാണ്. അതുകൊണ്ട് 6ന് മുകളിൽ 6ൻ്റെ ലൈനിന് മുകളിലായിട്ടാണ് ഇവിടെ നീ ജോയിൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആംഗിൾ ജോയിൻ്റ് ഇതുപോലെ തന്നെ നേരത്തെ വരച്ചിട്ടുള്ള നീ ജോയിൻറ്റിന് സ്ട്രെയിറ്റ് ആയിട്ട് 8ലാണ് നീ ജോയിൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹിപ്പ് ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, ആംഗിൾ ജോയിൻറ്റ് കൃത്യമായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഹിപ്പ് ജോയിൻറ്റും നീ ജോയിൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഹിപ്പ് ജോയിൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് നീ ജോയിൻറ്റിൻ്റെ ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ ഹിപ്പ് ജോയിൻറ്റിൽ നിന്ന് നീ ജോയിൻറ്റിൻ്റെ ഇൻസൈഡിലേക്ക് മാർക്ക് ചെയ്താൽ മാത്രമേ ഹ്യൂമൻ ബോൺ സ്ട്രക്ചറിൻ്റെ അക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്തതായി നീ ക്യാപ്പിൻ്റെ ഔട്ട്സൈഡിൽ നിന്നും ആംഗിൾ ജോയിൻറ്റിൻ്റെ ഇൻസൈഡിലേക്ക് ലൈൻ വരയ്ക്കുക. ഇത്തരത്തിൽ വരയ്ക്കുമ്പോൾ മസിൽസ് നമുക്ക് കൃത്യമായി വരച്ചെടുക്കാനും അതുപോലെ ബോഡിയുടെ ഷേപ്പ്, ലെഗിൻ്റെ ഷേപ്പ് വളരെ പ്രോപ്പറായി മാറുകയും ചെയ്യും. അടുത്ത് വരക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് റിബ് കേജ്. റിബ് കേജ് വരയ്ക്കുമ്പോൾ 1നും 2നും ഇടയിൽ നടുവിലായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് 3 വരെ കൃത്യമായിട്ട് ഒരു ഓവൽ ഷേപ്പ് വരച്ചെടുക്കുക. ഈ ഓവൽ ഷേപ്പ് വരച്ചതിന് ശേഷം 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ വെച്ച് ഒരു ആർക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ റിബ് കേജിൻ്റെ ഒരു ആക്ച്വൽ ഫീൽ ലഭിക്കുകയും ചെയ്യും. റിബ് കേജിനും പെൽവിസിനും ഇടയിലുള്ള ഒരു എംപ്റ്റി സ്പേസ് ഉണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്, അതുപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുന്നതുമായ ഒരു ഭാഗമാണ്. അതേപോലെ കഴുത്തിലെ പോലെ സ്പൈനിന് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണ്. ആക്ഷൻ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഈ ഭാഗത്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല മൂവ്മെൻറ്റുകളും ഉണ്ടാവുക. നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് നിപ്പിളാണ്. നിപ്പിള് മാർക്ക് ചെയ്യേണ്ടത് കൃത്യമായിട്ട് 2ാമത്തെ ലൈനിലാണ്. 2 നിപ്പിളുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഹെഡിൻ്റെ വിഡ്ത്തിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. നെക്സ്റ്റ് മാർക്ക് ചെയ്യുന്നത് ബെല്ലി ബട്ടൺ ആണ്. ബെല്ലി ബട്ടൺ മൂന്നാമത്തെ ലൈനിൽ സെൻറ്ററിലായിട്ട് ബെല്ലി ബട്ടൺ മാർക്ക് ചെയ്തു.
ഷോൾഡർ ലൈൻ ഏകദേശം 1-ന്റെയും 2-ന്റെയും ഇടയിലാണ് ഷോൾഡർ ലൈൻ വരയ്ക്കേണ്ടത്. ഷോൾഡർ ലൈൻ ഒരു ആർക്ക് ഷേപ്പിൽ വരച്ചെടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ആ ഹെഡിൻ്റെ 2 ടൈംസോ 3 ടൈംസോ കൂടുതലായിരിക്കും. ഷോൾഡറിൻ്റെ പിറകിലുള്ള ട്രപ്പീസിയസ് മസിൽസിൻ്റെ ഗ്രോത്ത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. ഡെവലപ്ഡ് ആയിട്ടുള്ള ട്രപ്പീസിയസ് മസിൽസ് ഉള്ളവർക്ക് കഴുത്ത് കാണാനേ ഉണ്ടാവില്ല. അതുപോലെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ട്രപ്പീസിയസ് മസിൽ ഉള്ളവർക്ക് വളരെ നീളത്തിലുള്ള കഴുത്ത് കാണാൻ പറ്റും. റിസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഹിപ്പ് ജോയിൻറ്റിന് തൊട്ട് താഴെ 4ാമത്തെ ലൈനിൽ താഴെയായിട്ടാണ് റിസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. 2 ഷോൾഡർ ജോയിൻറ്റുകൾ തമ്മിലുള്ള അകലത്തേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും 2 റിസ്റ്റുകൾ തമ്മിലുള്ള അകലം. എൽബോ 3ാമത്തെ ലൈനിന് മുകളിലായിട്ട് എൽബോ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഷോൾഡർ ജോയിൻറ്റും എൽബോവും റിസ്റ്റും തമ്മിൽ കണക്റ്റ് ചെയ്യുക. അവസാനമായിട്ട് വരയ്ക്കാനുള്ളത് വിരലുകളാണ്. വിരലുകൾ അവസാനിക്കുന്നത് തുടയുടെ മധ്യഭാഗത്തായിട്ടാണ് വിരലുകൾ അവസാനിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹ്യൂമൻ ബോഡിയുടെ ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ ഒരു അക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഇവിടെ വരച്ചെടുക്കാൻ പറ്റി. ഹ്യൂമൻ അനാട്ടമി വരച്ച് തുടങ്ങുമ്പോൾ ഈ ഒരു ബേസിക് ഫിഗർ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതേ മെത്തേഡിൽ എങ്ങനെയാണ് ഹ്യൂമൻ ഫിഗറിൻ്റെ സൈഡ് പ്രൊഫൈൽ വരക്കുക എന്നുള്ളത് നോക്കാം. സൈഡ് പ്രൊഫൈലിൽ ഹെഡിൻ്റെ ഷേപ്പ് വരക്കുമ്പോൾ അതിൻ്റെ എഗ്ഗ് ഷേപ്പ് ഇവിടെ വരച്ചിട്ടുള്ള വെർട്ടിക്കൽ ലൈനിൽ കുറച്ച് ചെരിച്ച് വരക്കുക. ഹെഡ് ഇവിടെ കൃത്യമായിട്ട് വരച്ചിരിക്കുന്നത് 1ാമത്തെ കോളത്തിലാണ്. നെക്സ്റ്റ് വരയ്ക്കേണ്ടുന്നത് പെൽവിസ് ആണ്. പെൽവിസ് വരയ്ക്കേണ്ടുന്നത് നേരത്തെ വരച്ചതുപോലെ 3ാമത്തെയും 4ാമത്തെയും ലൈനിനുള്ളിലാണ്. അപ്പോൾ ഇവിടെ പെൽവിസ് വരയ്ക്കുമ്പോൾ സൈഡ് പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ഹെഡിൻ്റെ കോപ്പി തന്നെ വരച്ചാൽ മതി. അതേ ഷേപ്പ് തന്നെ പെൽവിസ് വരച്ചാൽ മതി. നമുക്കിവിടെ 3ാമത്തെയും 4ാമത്തെയും ലൈനിനകത്തായിട്ട് പെൽവിസ് വരക്കാം. ഇനി ഇവിടെയുള്ള സ്ട്രെയിറ്റ് വെർട്ടിക്കൽ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഷോൾഡർ ജോയിൻ്റ് ആണ്. അതിവിടെ 1-നും 2-നും ഇടയിലായിട്ടാണ് ഷോൾഡർ ജോയിൻ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഈ വെർട്ടിക്കൽ ലൈനിൽ ഇനി മാർക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ജോയിൻ്റ് മാത്രമാണ്. നീ ജോയിൻ്റ് 6ാമത്തെ ലൈനിൽ തൊട്ട് മുകളിലായിട്ട് നീ ജോയിൻ്റ് മാർക്ക് ചെയ്യാം. സ്പൈൻ പ്രൊഫൈല് വരയ്ക്കേണ്ടുന്നത് ഹെഡിൻ്റെ കുറച്ച് ബേസിൽ നിന്ന് മാറി തുടങ്ങി ഷോൾഡർ ബ്ലേഡിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുന്നു. ഇവിടെ ഷോൾഡർ ജോയിൻറ്റിന് സ്പൈൻ പ്രൊഫൈൽ ടച്ച് ചെയ്യുന്നില്ല. പിന്നീട് മുന്നോട്ട് വന്ന് പെൽവിസിനടുത്ത് വെച്ച് പിറകിലേക്ക് പോകുന്നു. ടെയിൽ ബോണിൽ എൻഡ് ചെയ്യുന്നു. ഈ ഏരിയ ആണ് ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ശരീരത്തിൽ കൂടുതലായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണിത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണിത്. റിബ് കേജ് വരയ്ക്കുമ്പോൾ നേരത്തെ വരച്ചതുപോലെ 1-നും 2-നും ഇടയിൽ തുടങ്ങി 2-നും 3-നും ഇടയിൽ അവസാനിക്കുന്ന തരത്തിൽ വരയ്ക്കുക. അതിൻ്റെ പിറകുവശം സ്പൈനിന് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ചെസ്റ്റ് പൊതുവെ മുന്നോട്ട് പുഷ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. നിപ്പിൾ മാർക്ക് ചെയ്യുന്നത് നേരത്തെ വരച്ചതുപോലെ 2ാമത്തെ ലൈനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ആംഗിൾ ജോയിൻ്റ് വരയ്ക്കേണ്ടത് 8ാമത്തെ ലൈനിൻ്റെ മുകളിലാണ്. അതേപോലെ വെർട്ടിക്കൽ ആക്സിസിൻ്റെ കുറച്ച് പിറകിലായിട്ടാണ് ആംഗിൾ ജോയിൻ്റ് വരയ്ക്കേണ്ടത്. ഹിപ്പ് ജോയിൻ്റ് മാർക്ക് ചെയ്യേണ്ടത് 4ാമത്തെ ലൈനിൻ്റെ മുകളിലും അതുപോലെ വെർട്ടിക്കൽ ആക്സിസിൻ്റെ ഇടതുവശത്തുമാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ഹിപ്പ് ജോയിൻറ്റിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗിൾ ജോയിൻറ്റും അതുപോലെ നീ ജോയിൻറ്റും കുറച്ച് പിറകിലായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇനി ഇവ തമ്മിൽ ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഹിപ്പ് ജോയിൻറ്റിൻ്റെ മുൻവശത്തു നിന്ന് തുടങ്ങി നീ ജോയിൻറ്റിൻ്റെ ഫ്രണ്ടിൽ അവസാനിക്കുന്ന തരത്തിൽ വരയ്ക്കുക. അതേപോലെ നീ ജോയിൻറ്റിൻ്റെ പിറകു വശത്തു നിന്നും ലൈൻ ആംഗിൾ ജോയിൻറ്റിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുക. ഫൂട്ട് വരയ്ക്കുമ്പോൾ വെർട്ടിക്കൽ ആക്സിസിന് സെൻറ്റർ ആകുന്ന തരത്തിൽ വരയ്ക്കുക. ഇവിടെ ബോഡി പോസ്ചർ ഫ്ലാറ്റൻഡ് ആക്കുകയോ ഇതിനെ റിവേഴ്സ് ആക്കുകയോ ചെയ്യുമ്പോൾ അസ്വാഭാവികത ഫീൽ ചെയ്യുന്നു. എൽബോ വെർട്ടിക്കൽ ആക്സിസിൽ പിറകിലായിട്ട് 3ാമത്തെ ലൈനിൽ വരയ്ക്കുക. റിസ്റ്റ് 4ാമത്തെ ലൈനിൽ താഴെ, അതുപോലെ വെർട്ടിക്കൽ ആക്സിസിൽ നിന്നും കുറച്ച് മുന്നോട്ടായിട്ട് വരയ്ക്കുക. അപ്പർ ആം ഷോൾഡർ ജോയിൻറ്റിൽ നിന്നും എൽബോയിലേക്ക് വരയ്ക്കുമ്പോൾ സ്ലൈറ്റ്ലി പിറകോട്ട് ചെരിച്ച് വരയ്ക്കുക. അതേപോലെ എൽബോ ജോയിൻറ്റിനെയും റിസ്റ്റിനെയും കണക്ട് ചെയ്യുമ്പോൾ ലോവർ ആം കുറച്ച് മുന്നോട്ടായിട്ടാണ് ഉണ്ടാവുക.
നമ്മുടെ കൈ വിശ്രമാവസ്ഥയിൽ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവില്ല. ലോവർ ആം കുറച്ച് മുന്നോട്ടും അപ്പർ ആം കുറച്ച് പിറകിലോട്ടായിട്ടാണ് ഉണ്ടാവുക. കൈയുടെ വിരലുകൾ അവസാനിക്കുന്നത് തുടയുടെ മധ്യഭാഗത്തായിരിക്കും. 5ാമത്തെ ലൈനിലായിരിക്കും വിരലുകൾ അവസാനിക്കുന്നത്. റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് കൈയുടെ വിരലുകൾ കുറച്ച് കേളി ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതാണ് ഹ്യൂമൻ അനാട്ടമിയുടെ ഫ്രണ്ടും സൈഡും പ്രൊഫൈൽ സ്കെച്ചുകൾ. അനാട്ടമി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡിൽ തന്നെ വരച്ച് കൃത്യമായ ബോഡി മെഷർമെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ ഹ്യൂമൻ അനാട്ടമിയുടെ ഒരു ഐഡിയലൈസ്ഡ് പ്രൊപ്പോർഷൻ്റെ ഫ്രണ്ട് പ്രൊഫൈലും സൈഡ് പ്രൊഫൈലുമാണ് നമ്മളിന്ന് വരച്ച് പഠിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ അനാട്ടമിയുടെ ക്ലാസ് തുടരും. അതുവരെ ബൈ.